എന്താ ഇന്ന് ജോൻ്റെ ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ നമ്മളൊരു സ്പാ ഡേറ്റിന് പോകാമെന്ന് ഓർത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോയ്ക്ക് ഒരു സർപ്രൈസ് ഡിന്നറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് ഇമ്മാക്കുലേറ്റ് നെയിൽ സ്പാലാണ്, എടപ്പള്ളിയിലാണ് സ്ഥലം വരുന്നത്. നല്ല രസമാട്ടോ ഈ സ്പാ കാണാനായിട്ട്. നല്ലൊരു പിൻട്രസ്റ്റി എസ്തെറ്റിക് വൈബാണ്. നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ഞാൻ ആദ്യമേ തന്നെ എത്തിയായിരുന്നു. ജോ ഓഫീസിൽ നിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനൊരു പെഡിക്യൂറും മാനിക്യൂറും നെയിലാട്ടുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പറയേണ്ടത് ഇവരുടെ സർവീസാണ്. ഭയങ്കര എക്സെപ്ഷണൽ സർവീസായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോവും, അത്രയും നല്ല സർവീസാണ് ഇവരുടെ. ബൈ ദ ടൈം ജോ വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഷേക്കൊക്കെ ആയിട്ട്. ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആളെനിക്കൊരു ഷേക്കൊക്കെ ആയിട്ട് വന്നു. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ ആൾ സ്വന്തമായിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ജോ ഒരു പെഡിക്യൂറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആളവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അത്രയും സുഖമായിരുന്നു കേട്ടോ. നല്ല സർവീസായിരുന്നു അവരുടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറിന് പോയി. ഞാൻ ഓൾറെഡി താജിൽ വിളിച്ച് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കേക്കൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചോദിക്കാതെ അറിയില്ലായിരുന്നു. ആൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. ആളാകെ ഇമോഷണലൊക്കെ ആയിപ്പോയി. കാര്യം ആൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെയൊക്കെ ബുക്ക് ചെയ്യുന്നു, കേക്ക് ഓർഡർ ചെയ്യും എന്നൊക്കെ. അവിടുത്തെ സ്റ്റാഫാണെങ്കിലും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നല്ല സർവീസും ആയിരുന്നു അവരുടെ. അവരാണ് നമുക്ക് വീഡിയോയും എല്ലാം എടുത്തു തന്നതൊക്കെ. അവർ നമ്മുടെ കൂടെ തന്നെ നിൽക്കായിരുന്നു. എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട്. അത്രയും നല്ല സർവീസ് ആയിരുന്നു അവരുടെ. ഫുഡാണെങ്കിലും എക്സെപ്ഷണൽ ഫുഡായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഇത്രയും നല്ല ഫുഡ് കഴിക്കണത്. സാധാരണ ഇത്രയും നന്നാവാറില്ല 5 സ്റ്റാർ ഹോട്ടലിലെ ഫുഡ്. പക്ഷേ ഇത് അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഡിന്നറൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയി.